ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഈ ഒരു ഡിസൈൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു മോഡൽ തയ്ച്ചെടുക്കാനായിട്ട്. ഏത് ഡ്രസ്സിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് ഫ്രണ്ട് ബോഡി ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എൻഡിലായിട്ട് ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു കട്ട് കൊടുക്കാനുണ്ട്. നമുക്ക് ആ ഒരു പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 13 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. 13 ഇഞ്ചിൽ 13 ഇഞ്ചിൽ നിന്ന് ഇവിടുന്ന് ഇതേപോലെ ഒന്ന് ചേർച്ചിട്ട് വരച്ചു കൊടുക്കാം. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു മാർക്കിലും ഈ ഒരു പോയിന്റിലും വെച്ചിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കാം. ഇനി ഈ ലൈനിലൂട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതേപോലെ ആ ലൈനിൻ്റെ മുകളിലൂട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ചു കൊടുക്കേണ്ട ആ ഒരു പീസും കൂടെ എടുക്കുന്നുണ്ട്. പീസാണ് ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇത് കോണായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്തായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നേരത്തെ 13 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്യേണ്ട പീസിൽ. അപ്പോൾ ഇതും ആ ഒരു ലെങ്ത്ത് തന്നെ എടുത്തിട്ടുണ്ട്. 13 ഇഞ്ചിലുള്ള ലെങ്ത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഫ്രില്ലാക്കിയിട്ട് ഇവിടെ പിടിക്കാം. ഇതേപോലെ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അതായത് ഈ ഒരു സൈഡിലും നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു 1/2 ഇഞ്ച് വീതം വിട്ടിട്ട് ബാക്കി വരുന്ന തുണികളെല്ലാം ഇതേപോലെ മടക്കി പിടിച്ചിട്ട് ഈ സെൻറ്ററിൽ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ടോപ്പ് എടുക്കാം. വളരെ എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇത് എൻഡിലായിട്ട് കറക്റ്റ് ആക്കിയിട്ട് വെക്കാം. ഇതേപോലെ ഈ ഒരു സൈഡിൽ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ച് വിട്ടിട്ട് മാത്രമായിട്ട് വെച്ച് കൊടുക്കുക. ഇതേപോലെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടുന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഈ ഒരു കോണ് വരെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഒരു ക്ലോത്തിൽ തന്നെ ഇതേപോലത്തെ 3 ബട്ടർഫ്ലൈസും കൂടെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഒരു ബട്ടർഫ്ലൈ ഞാൻ ഇവിടെ തുന്നിക്കൊടുക്കാണ് ചെയ്യുന്നത്. ഇതേപോലെ 3 ലൈനായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാണ് ചെയ്യുന്നത്. ഇത് ഇതേപോലെ തന്നെ തുന്നിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.